ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം വീണ്ടും വിവാദത്തിൽ. സർക്കാർ റദ്ദു ചെയ്ത അജണ്ടകൾ കൌൺസിൽ വീണ്ടും പാസാക്കി. സർക്കാർ ഉത്തരവ് പാലിക്കാതെ അവതരിപ്പിച്ച അജണ്ടകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് PMA ജലീൽ. പുലിക്കല്ലൂർ മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സംഭവം. അടിയന്തര നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ സമയങ്ങളിൽ ടിപ്പർ ലോറികളുടെ ഓട്ടം നിയന്ത്രിക്കാൻ പോലീസ് നടപടി തുടങ്ങി. പെരിന്തൽമണ്ണയിൽ 26 ലോറികൾ പിടിച്ചെടുത്തു. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത അജണ്ടയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ആരെതിർത്താലും ലീഗ് ഇക്കാര്യത്തിൽ നിന്ന് പുറകോട്ടു പോകില്ലെന്നും KPA മജീദ്. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടും വെള്ളം ലഭിക്കാതെ നെൽകൃഷി ഉണങ്ങുന്നു. ചളവറ പുലിയാനം കുന്നിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം വീണ്ടും വിവാദത്തിൽ. സർക്കാർ റദ്ദു ചെയ്ത അജണ്ട അതേ രീതിയിൽ കൌൺസിൽ ചർച്ച ചെയ്യണമെന്ന സർക്കാർ ഉത്തരവ് ലംഘിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ അജണ്ട ബഹളത്തിനിടയാക്കി. പിന്നീട് വോട്ടെടുപ്പോടെ അംഗീകരിച്ചു. മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ബൈലോ അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു ജൂലൈ 21 അജണ്ട. എന്നാൽ ചൊവ്വാഴ്ച കോംപ്ലക്സിലെ ലേല പൊതുവ്യവസ്ഥകളും നിബന്ധനകളും അംഗീകരിക്കണമെന്ന അജണ്ടയാണ് കൌൺസിലിൽ എത്തിയതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇതേ തുടർന്ന് ഭരണപ്രതിപക്ഷം ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു. CPM വിമതർ ഉൾപ്പെടെയുള്ളവർ ഈ നടപടിക്കെതിരെ പ്രതികരിച്ചു. അതേസമയം ഇത് അച്ചടിച്ചതിൽ വന്ന പിഴവാണെന്നും ബൈലോ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നും ചെയർപേഴ്സണും വൈസ് ചെയർമാനും വ്യക്തമാക്കി. ഇതിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചു. 1 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നടത്തി. CPM വിമതർ ഉൾപ്പെടെയുള്ളവർ എതിർത്ത് വോട്ട് ചെയ്തു. 4 BJP കൌൺസിലർമാർ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യാതെ വിട്ടുനിന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവും ഓംബുഡ്സ്മാന്റെ നിർദ്ദേശവും ഭരണസമിതി അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. പരാതിയുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു വൈസ് ചെയർമാന്റെ പ്രതികരണം. കൌൺസിലർ PMA ജലീലിന്റെ പരാതി പ്രകാരം നടപടിയെടുത്ത സർക്കാർ ഉത്തരവ് പ്രകാരമാണ് കൌൺസിൽ വിളിച്ചു ചേർത്തത്. ജൂലൈ 21 കൌൺസിൽ പരിഗണിച്ച അജണ്ടകൾ വീണ്ടും പരിഗണിച്ച് നിയമാനുസൃതം നടപടി സ്വീകരിക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. വോട്ടെടുപ്പോടെ അജണ്ട അംഗീകരിച്ചെങ്കിലും ഇക്കാര്യത്തിൽ വീണ്ടും നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് പ്രതിപക്ഷം. കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ KSCBക്ക് മുറികൾ നൽകാനും കൌൺസിൽ തീരുമാനിച്ചു. ഒറ്റപ്പാലം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം ഉൾപ്പെടുന്ന സർക്കാർ സ്റ്റേ ചെയ്ത അജണ്ടകൾ കൌൺസിൽ ചർച്ച ചെയ്തു. കഴിഞ്ഞ ജൂലൈ 7 കൌൺസിൽ പരിഗണിച്ച് ഒറ്റയടിക്ക് പാസാക്കിയ 17 അജണ്ടകളാണ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിച്ചത്. അജണ്ടകളിൽ പ്രധാനമായി വന്നിരുന്ന മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ലേലവും KSCB ഓഫീസിന് സ്ഥലം നൽകുന്ന വിഷയവും കൌൺസിലിൽ ബഹളത്തിനിടയാക്കി. 35-ാം വാർഡിലെ കുടവൻകുന്ന് റോഡിന്റെ തകർന്ന സംരക്ഷണ ഭിത്തി അറ്റകുറ്റപ്പണി നടത്താൻ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയ വിഷയവും വാഗ്വാദത്തിനിടയാക്കി. പല്ലാർമംഗലത്തേക്കുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി 2 വർഷത്തോളമായി തകർന്നത് അറ്റകുറ്റപ്പണി നടത്താത്തതിനാലാണ് പ്രതിപക്ഷം എതിർത്തത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ലേലത്തിന്റെ അജണ്ടയിൽ വോട്ടിനിട്ടാണ് പാസാക്കിയത്. നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. 1 വർഷത്തിനകം പ്രവൃത്തികൾ പൂർത്തിയാക്കും. ഭാരതപ്പുഴയിൽ തടയണ നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും S. ശെൽവൻ പറഞ്ഞു. ഇത് ഭരണസമിതിയുടെ നേട്ടമാണെന്ന് പറഞ്ഞതിനെ പ്രതിപക്ഷം എതിർത്തു. കഴിഞ്ഞ ഭരണസമിതിയാണ് അംഗീകാരം നേടിയതെന്ന് ജോസ് തോമസിന്റെ വാദവും കൌൺസിലിൽ ഉണ്ടായി. എന്നാൽ പദ്ധതി നടപ്പാക്കിയതിന് നേട്ടം ആര് വേണമെങ്കിലും എടുത്തോളൂ, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കൂ എന്ന BJP കൌൺസിലർ അഡ്വക്കേറ്റ് K. കൃഷ്ണകുമാറിന്റെ ആവശ്യം ഭരണ പ്രതിപക്ഷത്തെ നിശബ്ദരാക്കി. സർക്കാർ ഉത്തരവ് പാലിക്കാതെ കൃത്രിമമായി മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിച്ച അജണ്ടകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഒറ്റപ്പാലം നഗരസഭാ കൌൺസിൽ PMA ജലീൽ. ഇക്കാര്യം സർക്കാരിന്റെയും ഓംബുഡ്സ്മാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജലീൽ പറഞ്ഞു. 17 അജണ്ടകളിൽ 16-ാമത്തെ അജണ്ടയിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് ജലീലിന്റെ ആരോപണം. ജൂലൈ 21 ചർച്ച കൂടാതെ പാസാക്കിയ 17 അജണ്ടകൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചു. സർക്കാർ ഈ കാര്യം വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേ ചെയ്യുകയും ഓംബുഡ്സ്മാൻ അഭിപ്രായം തേടുകയും ചെയ്തു. ഓംബുഡ്സ്മാൻ സർക്കാരിന്റെ തീരുമാനം ശരിവെക്കുകയും എല്ലാ അജണ്ടകളും 1 മുതലുള്ള 17 അജണ്ടകൾ കൃത്യമായി നിയമങ്ങൾക്ക് വിധേയമായി വീണ്ടും ചർച്ച ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നഗരസഭാ കൌൺസിലിന്റെ 17 അജണ്ടകൾ വീണ്ടും പരിഗണിക്കുന്നത്. ഈ അജണ്ടയിൽ 16-ാമത്തെ അജണ്ട ഒറ്റപ്പാലം നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സിന്റെ അജണ്ടയിൽ കൃത്രിമമായ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് ചർച്ചയ്ക്ക് വന്നുള്ളത്. ഇത് സർക്കാരിന്റെ തീരുമാനത്തിനും ഓംബുഡ്സ്മാന്റെ തീരുമാനത്തിനും വിരുദ്ധമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും ഇക്കാര്യത്തിലുള്ള ഞങ്ങളുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടരുന്നത് തടയാൻ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടരുന്നത് ഡെൻസിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു.
CP മുഹമ്മദ് MLA ആണ് പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ഡെൻസിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. മപ്പാട്ടുകരയിൽ തൂതപ്പുഴയോരങ്ങളിലാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നതായി കാണപ്പെട്ടിരുന്നത്. CP മുഹമ്മദ് MLA ആണ് വിഷയം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹവും ഞാനെക്കൂട്ടി പുറത്തു വന്ന് അദ്ദേഹം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനെ വിളിച്ച് ഉടൻ തന്നെ അവിടേക്ക് മെഡിക്കൽ ടീമിനെ അയക്കാനോ ആവശ്യമായ മരുന്നുകൾ എത്തിക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ പരിശോധന നടത്തിയിട്ട് വിവരം റിപ്പോർട്ട് ചെയ്യാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിവകുമാർ സിറ്റി ചാനലുമായി സംസാരിച്ചു. ഏതായാലും അത് ഗൗരവമായി തന്നെ എടുക്കും, വേണ്ട നടപടികൾ ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരുന്നെത്തിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് അയക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. പ്രദേശത്തെ മഞ്ഞപ്പിത്ത ബാധയെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചുവെന്നും ആരോഗ്യവകുപ്പിന്റെ സംഘം സ്ഥലം സന്ദർശിക്കുമെന്നും പാലക്കാട് DMOയും അറിയിച്ചു. അതേസമയം മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടരുന്നെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ BT മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ സംഘം വീടുകളിലെത്തി പരിശോധന നടത്തി. നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച 2 പേരെ മാത്രമേ പ്രദേശത്തുള്ളൂവെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അധികൃതർ പറഞ്ഞു. മഞ്ഞപ്പിത്തം പടരുന്ന മപ്പാട്ടുകരയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉന്നതതല സംഘം സന്ദർശനം നടത്തി. മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംഘം മുന്നറിയിപ്പ് നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാറിന്റെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി DMO കൂടിയായ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ നാസറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മപ്പാട്ടുകരയിൽ സന്ദർശനം നടത്തിയത്. മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ വീടുകളും സംഘം സന്ദർശിച്ചു. പ്രദേശത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചവരെ കണ്ടത് ഹെപ്പറ്റൈറ്റിസ് A വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. മലിനമാക്കപ്പെട്ട വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെയാണ് ഈ ഇനത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തം പടരുന്നത്. രോഗികളിൽ നിന്നും വ്യക്തികളിലേക്ക് നേരിട്ടും ജലം, ഭക്ഷണം എന്നിവയിലൂടെയും രോഗം പടരാൻ സാധ്യതയുണ്ട്. സ്ഥലം സന്ദർശിച്ചതിന്റെ റിപ്പോർട്ട് ബുധനാഴ്ച തന്നെ DMOക്ക് നൽകുമെന്നും ആവശ്യമെങ്കിൽ രക്തപരിശോധന ഉൾപ്പെടെയുള്ള കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും ജില്ലാ സർവൈലൻസ് ഓഫീസർ അറിയിച്ചു. മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മലമൂത്ര വിസർജനം നടത്തിയതിനു ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈകൾ സോപ്പിട്ട് കഴുകണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ഭക്ഷണ സാധനങ്ങൾ അടച്ചുവെക്കണം. തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം. കിണറുകളിൽ നിർബന്ധമായും ക്ലോറിനേഷൻ നടത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. പനിയോ ഛർദിയോ വന്നാൽ സ്വയം ചികിത്സ നടത്താതെ ആശുപത്രികളിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച രാവിലെ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്തെ 100-ലധികം വീടുകളിൽ സന്ദർശനം നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്കൂൾ സമയങ്ങളിൽ ടിപ്പർ ലോറികൾക്കുള്ള നിയന്ത്രണം പെരിന്തൽമണ്ണ പോലീസ് ശക്തമാക്കി. സമയം ലംഘിച്ചോടിയ 26 ടിപ്പർ ലോറികൾ പെരിന്തൽമണ്ണ പോലീസ് പിടിച്ചെടുത്തു. ടിപ്പർ ലോറികൾ മൂലം അപകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം SPയുടെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം കർശനമാക്കിയത്. ടിപ്പർ ലോറി അപകടങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ മരിക്കുകയും വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത വിവിധ അപകടങ്ങൾ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടിപ്പർ ലോറികൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മണി മുതൽ 5 വരെയുമാണ് ടിപ്പറുകൾക്ക് നിയന്ത്രണമുള്ളത്. സമയം ലംഘിച്ച് പെരിന്തൽമണ്ണ സർക്കിൾ പരിധിയിൽ ഓടിയ 26 ടിപ്പർ ലോറികൾ ചൊവ്വാഴ്ച പോലീസ് പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ, മങ്കട, കൊളത്തൂർ സബ് ഇൻസ്പെക്ടർമാരുടെ സംയുക്ത പരിശോധനയിലാണ് ടിപ്പറുകൾ പിടിച്ചെടുത്തത്. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. പിടിച്ചെടുത്ത ടിപ്പറുകൾ പിഴ ചുമത്തിയ ശേഷം പോലീസ് പിന്നീട് വിട്ടയച്ചു. സ്കൂൾ സമയങ്ങളിൽ ഓടുന്ന ടിപ്പറുകൾക്കെതിരെ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത അജണ്ടയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. ആരെതിർത്താലും ഇതിൽ നിന്ന് ലീഗ് പുറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടപ്പാടം വേങ്ങയിൽ സംഘടിപ്പിച്ച മണ്ണാർക്കാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് രാഷ്ട്രീയ പഠന സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPA മജീദ്. 19 വർഷക്കാലത്തെ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവരുടെ മക്കളുടെ നേട്ടമാണ്. അവരുടെ തൊഴിൽപരമായ, സാമ്പത്തികമായ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സംഘടിത രാഷ്ട്രീയം സുരക്ഷിത സമൂഹമെന്ന പ്രമേയവുമായാണ് യൂത്ത് ലീഗ് പഠന സഭ നടത്തിയത്.
മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ ഗോൽക്കുളത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള, എൻ ഹംസ, അർസൽ എരേത്ത്, അഡ്വക്കേറ്റ് ടി എസ് സിദ്ദിഖ്, പൻപാറ കോയക്കുട്ടി, ഹുസൈൻ കോളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് ക്യാമ്പയിന്റെ ഭാഗമായി ഡിസംബർ 30 മുതൽ ജനുവരി 28 വരെ മണ്ഡലത്തിലെ 100 കേന്ദ്രങ്ങളിൽ യുവഗ്രാമം പരിപാടിയും ഫെബ്രുവരിയിൽ യുവജനയാത്രയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നുവെങ്കിലും ചളവറ പുലിയാനാംകുന്ന് കിഴക്കുമുക്കിൽ വെള്ളം എത്തിയില്ല. ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് ഇവിടെ ഉണക്കുഭീഷണി നേരിടുന്നത്. ചളവറ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻമുക്ക് പാടശേഖരത്തിന് കീഴിലെ നെൽകൃഷിയാണ് വെള്ളം ലഭിക്കാതെ ഉണക്ക് ഭീഷണി നേരിടുന്നത്. 25 ഏക്കറിലേറെ നെൽകൃഷിയാണ് കിഴക്കേമുക്ക് പാടശേഖരണത്തിന് കീഴിലുള്ളത്. ഇതിൽ പകുതിയോളം നെൽകൃഷി ഉണങ്ങിപ്പോയി. 3-4 ദിവസത്തിനുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളത് നശിച്ചുപോകും. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നുവെങ്കിലും കിഴക്കൻമുക്ക് ഭാഗത്തേക്ക് വെള്ളം ലഭിച്ചിരുന്നില്ല. പ്രധാന കനാൽ കടന്നുപോകുന്ന മുണ്ടക്കോട്ടുകുറിശി പൊരുതിയിൽ ഭാഗത്തു നിന്നും മനക്കൽപ്പടി ഉപകനാൽ തുറന്നാൽ മാത്രമേ ഈ ഭാഗത്തേക്ക് വെള്ളം വരികയുള്ളൂ. ഈ ഉപകനാൽ തുറക്കാത്തതാണ് വെള്ളം ലഭിക്കാതിരിക്കാൻ കാരണമായി കർഷകർ പറയുന്നത്. ഉപകനാൽ തുറന്നാലും വെള്ളം കടന്നു വരേണ്ട പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണി നടത്തേണ്ടതിനാൽ വെള്ളം ചോർന്നു പോകാനിടയാകും. വെള്ളം വന്നാൽ ഈ അറ്റകുറ്റപ്പണി കർഷകർ സ്വയം തയ്യാറായതുമാണ്. ഇവിടെ ഞങ്ങളുടെ പാടം അങ്ങനെ പിന്നെ ഉണക്കം വന്നിട്ട് കംപ്ലീറ്റ് പോയിട്ടാണ്. 25 ഏക്കറോളം സ്ഥിതിയിലാണ് കാണുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ മുണ്ടക്കുറിശി സബ് തുറന്നു വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വെള്ളം എത്താൻ വഴിയുള്ളൂ. അത് ഇവിടെ അറ്റകുറ്റപ്പണികൾ കാരണമാണ് തുറക്കാത്തതെന്ന് വിചാരിക്കുന്നത്. അത് അറ്റകുറ്റപ്പണികൾ വരികയാണെന്ന് വെച്ചാൽ ജനങ്ങളെ നേരെയാക്കാന്നുള്ള പ്ലാനിങ് ആണുള്ളത്. വെള്ളം വന്നാലേ നേരെയാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇടപാടിൽ നിൽക്കുകയാണ് ഇവിടെ. ഒരു പകുതിയോളം പോയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ വെള്ളം വരികയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതും രക്ഷപ്പെടാൻ പ്രതീക്ഷയുള്ളൂ. കനാൽ വെള്ളം കിട്ടാതായപ്പോൾ പാടത്തിനടുത്തെ കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് കർഷകർ കൃഷി നനച്ചിരുന്നു. എന്നാൽ ഈ ജലസ്രോതസ്സുകളിൽ പകുതിയിലേറെയും വറ്റി. മോട്ടോർ അടിക്കാനുള്ള മണ്ണെണ്ണയും കിട്ടാനില്ലെന്നും നാട്ടുകാർ പറയുന്നു. നമുക്ക് വരകളിൽ വെള്ളം തുറക്കാത്തതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് എത്താതിരുന്നത്. അതിപ്പോ സബ് തുറക്കുന്നത് മുണ്ടക്കുറിശിയിലെ സബ് തുറക്കേണ്ടത് അവർ തുറന്നിട്ടില്ല. വന്ന ഭാഗത്തിന് അതിന്റെ ആ പുറത്തും കൃഷിയുണ്ട്. ഈ കാണുന്ന കൃഷി വാഴ അപ്പുറത്തുള്ള കൃഷി നമ്മളാണ്. അപ്പൊ രണ്ടും ഒരു ഭീഷണിയിൽ തന്നെയാണ്. ആ പുറത്തിന് പോയി എന്നുള്ള കണക്കൂട്ടിലിരിക്കുകയാണ്. അതിപ്പോ ഉള്ളത് 86 സെന്റാണ് ഉള്ളത്. പിന്നെ വേറെ പാടത്തിനെടുത്തിട്ട് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. അതും അതിന്റെയും അവസ്ഥ മോശം. മണ്ണെണ്ണ വാങ്ങിയിട്ടാണ് ഇപ്പൊ കുറെ കാലം അടിച്ചുകൊണ്ടിരുന്നത്. 1 മാസത്തിന്റെ അടുത്ത് മണ്ണെണ്ണ അവിടെ നിന്നും കിട്ടാനില്ല. കരിഞ്ചന്തയിൽ മണ്ണെണ്ണയ്ക്ക് 80 രൂപയോളം നൽകണം. ഇത് കർഷകർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. വെള്ളം കിട്ടാതെ കൃഷി നശിച്ച് 10,000-കണക്കിന് രൂപ നഷ്ടം സംഭവിച്ച് കടക്കെണിയിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യുമെന്നറിയാതിരിക്കുകയാണ് ഈ പ്രദേശത്തെ കർഷകർ. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം FCI ഗോഡൌണിലേക്ക് അരിവാഗൺ എത്തി. മലപ്പുറം ജില്ലയിലെ റേഷൻ വിതരണ പ്രതിസന്ധിക്ക് ഇതോടെ താൽക്കാലിക പരിഹാരമായി. കൂടുതൽ അരിവാഗണുകൾ എത്തിയാലേ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമാവുകയുള്ളൂ. ആന്ധ്രയിൽ നിന്നും 15 വാഗൺ അരിയാണ് അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ ചൊവ്വാഴ്ച എത്തിയത്. 15 വാഗണുകളിലായി 950 ടൺ പുഴുക്കലരിയാണ് എത്തിയിട്ടുള്ളത്. അരി എത്താത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരുന്നു. നവംബർ 20-നാണ് അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ അവസാനമായി അരി എത്തിയിരുന്നത്. ചൊവ്വാഴ്ച അരി എത്തിയതോടെ റേഷൻ വിതരണത്തിലുണ്ടായിരുന്ന ആശങ്കയ്ക്ക് താൽക്കാലിക പരിഹാരമായി. ജില്ലയിലെ പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഏറനാട് താലൂക്കുകളിലെ 1219 റേഷൻ കടകളിലേക്കാണ് അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ നിന്നും അരി വിതരണം നടത്തുന്നത്. 1 മാസത്തെ റേഷൻ വിതരണത്തിന് 6365 ടൺ അരി വേണം. കണക്കുപ്രകാരം 4500 ടൺ അരി കൂടി അങ്ങാടിപ്പുറം FCI ഗോഡൌണിൽ എത്തേണ്ടതുണ്ട്. എന്നാൽ FCI ഗോഡൌണിൽ ഗോതമ്പ് ആവശ്യത്തിലധികം സ്റ്റോക്കുണ്ട്. കൂടുതൽ അരി വാഗണുകൾ അടുത്ത ദിവസങ്ങളിലായി എത്തുമെന്ന് FCI അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ ഹൈസ്കൂൾ സ്റ്റേഡിയം കോംപ്ലക്സിലെ കടമുറികൾ ലേലം ചെയ്തു. സ്റ്റേഡിയം ഗ്യാലറിക്ക് താഴെയുള്ള 41 കടമുറികൾ 5 കോടി രൂപയിലധികം വരുന്ന തുകയ്ക്കാണ് ലേലം ചെയ്തത്. ലേലത്തുക പെരിന്തൽമണ്ണയിലെ സർക്കാർ വിദ്യാലയങ്ങളുടെയും സ്റ്റേഡിയത്തിന്റെയും വികസനത്തിന് ഉപയോഗപ്പെടുത്താനാണ് നഗരസഭയുടെ തീരുമാനം. പെരിന്തൽമണ്ണ EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിക്ക് അടിവശത്തായി 41 കടമുറികൾ ഒരുക്കാനാവും. വ്യാപാര ആവശ്യങ്ങൾക്കായി നൽകുന്നതിന് കടമുറികൾ ചൊവ്വാഴ്ച പരസ്യമായി ലേലം ചെയ്തു. സർക്കാർ ഉത്തരവ് അനുസരിച്ചാണ് ലേലം ചെയ്തത്. നഗരസഭ പ്രതീക്ഷിച്ചതിലും റെക്കോർഡ് തുകയ്ക്കാണ് സ്റ്റേഡിയം കോംപ്ലക്സിലെ കടമുറികൾ ലേലത്തിൽ പോയത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ലേലം നടന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ലേല നടപടികൾ രാത്രി ഏറെ വൈകിയും നീണ്ടുപോയി. മുറികളുടെ കുറഞ്ഞ ഡെപ്പോസിറ്റ് തുക 5 ലക്ഷമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 17,68,000 രൂപ വരെ ഉയർന്ന തുകക്കും മുറികൾ ലേലത്തിൽ പോയി. നഗരസഭ സ്റ്റേഡിയം കോംപ്ലക്സ് ലേലത്തിൽ ജനങ്ങളുടെ വൻ പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. നഗരത്തിൽ കിട്ടാവുന്നതിലും കുറഞ്ഞ വാടക നിരക്കാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. കടമുറികൾക്ക് 4500 രൂപയാണ് വാടക നിരക്ക്. ലേലം വിളിച്ചെടുത്തവർ 7 ദിവസത്തിനകം നിശ്ചയിച്ച ഡെപ്പോസിറ്റ് തുകയുടെ
75% നഗരസഭയിൽ അടവാക്കണം. ലേല നടപടികൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽ രാജ്, വൈസ് ചെയർമാൻ എം മുഹമ്മദ് സലീം, നഗരസഭാ സെക്രട്ടറി വിനു സി കുഞ്ചപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലേലത്തിൽ നിന്നും ലഭിക്കുന്ന തുക പെരിന്തൽമണ്ണ സർക്കാർ വിദ്യാലയങ്ങളുടെയും നെഹ്റു സ്റ്റേഡിയത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. കാറൽമണ്ണയിൽ എംപി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണ പ്രവൃത്തിയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി BJP രംഗത്ത്. കൺവീനർ സ്വന്തം അക്കൗണ്ടിലൂടെ പണം പിൻവലിച്ചത് ക്രമവിരുദ്ധമാണെന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും BJP ചെർപ്പളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൃക്കടേരി മനപ്പടി കരുമാനംകുറിച്ചി റോഡിൽ കലുങ്കി നിർമ്മാണം, വശം കല്ല് വെച്ച് കെട്ടൽ, മണ്ണിട്ട് നിരത്തൽ തുടങ്ങിയ പ്രവൃത്തിക്ക് MP ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ നൽകിയിരുന്നു. പ്രവൃത്തിക്ക് വേണ്ടി ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരിച്ച ചെർപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കാറൽമണ്ണ ശാഖയിൽ ജോയിന്റ് അക്കൗണ്ടും തുറന്നിരുന്നു. എന്നാൽ പ്രവൃത്തി പൂർത്തിയാകും മുമ്പേ കരാറുകാരന് പണം നൽകിയത് കൺവീനറുടെ സ്വന്തം അക്കൗണ്ടിലൂടെയെന്നാണ് BJP ആരോപിക്കുന്നത്. ഇതിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും പങ്കുണ്ടെന്ന് സംശയിക്കുന്നതെന്ന് BJP ചെർപ്പശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുക്കാ ഭാഗം പണി പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഈ പൈസ കോൺട്രാക്ടർ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ സാധാരണ രീതിയിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് കൺവീനറും അതിന്റെ ചെയർമാനും അടങ്ങുന്ന ജോയിന്റ് അക്കൗണ്ടിലേക്ക് പൈസ വന്ന് ആ പൈസയാണ് ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് കൺവീനറും അതുപോലെ തന്നെ ചെയർമാനും ഒപ്പിട്ടതിന് ശേഷം മാത്രമാണ് ആ അക്കൗണ്ട് മറ്റൊരാൾക്ക് കൈമാറുവാൻ പാടുകയുള്ളൂ. എന്നാൽ ബ്ലോക്കിൽ നിന്ന് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ചെക്ക് വാങ്ങിക്കുകയും ആ ചെക്ക് നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് ഇതിന്റെ കൺവീനർ അയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ആ അക്കൗണ്ടിൽ നിന്ന് പിന്നീട് പൈസ കോൺട്രാക്ടർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ മുഴുവൻ പാസ്സായ തുക കൈമാറിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രോട്ടോകോൾ പ്രകാരം അതിന്റെ കൃത്യമായ നിർവചനത്തിൽപ്പെടുന്ന ആ നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ഒരു 2.5 ലക്ഷം രൂപയുടെ പണി മാത്രം നടത്തുകയും ഇനിയും പണി നടത്താൻ ബാക്കി വെക്കുകയും ചെയ്തതിനു ശേഷം പൈസ കിട്ടിയ കോൺട്രാക്ടർ ഇനി ആ പണി പൂർത്തീകരിക്കുകയുമില്ല. മാത്രവുമല്ല, ഇതിൽ വൻ അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. ക്രമക്കേടിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ജില്ലാ കലക്ടർ, ഓംബുഡ്സ്മാൻ, വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ടി ഗോപാലകൃഷ്ണന് പുറമെ പട്ടികജാതി മോർച്ച ജില്ലാ ജോയിന്റ് കൺവീനർ രാജു, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV വിശ്വനാഥൻ, രാധാകൃഷ്ണൻ C എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിങ്കല്ലത്താണി അരക്കുപറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പണിമുടക്ക്. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കരിങ്കല്ലത്താണി അരക്കുപറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത്. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ബസ് വരുന്നതിന് തൊട്ടുമുമ്പ് ട്രിപ്പ് വിളിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകളിലാണ് യാത്ര ചെയ്യാറുള്ളത്. അതിനാൽ ഈ റൂട്ടിൽ കളക്ഷൻ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. സമാന്തര സർവീസുകൾ നടത്തുന്ന ഇത്തരം ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ആവശ്യപ്പെട്ടു. കൂടാതെ ഈ റൂട്ടിൽ പെർമിറ്റില്ലാതെ ഓടുന്ന ഓട്ടോറിക്ഷകളും നിരവധിയുണ്ട്. ഇത്തരം ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകുമെന്നും പണിമുടക്കിന് നേതൃത്വം നൽകിയവർ അറിയിച്ചു. ഒറ്റപ്പാലം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ കോഴി ലോറിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ക്ലീനർ വാളാഞ്ചേരി സ്വദേശി ശൈതൽവിക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടം. തമിഴ്നാട്ടിൽ നിന്നും വാളാഞ്ചേരിയിലേക്ക് കോഴിയുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കൈക്ക് പരിക്കേറ്റ ശൈതൽവിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി നിയമസഭാ വിശേഷങ്ങളുമായി നമ്മുടെ ശബ്ദം. നമ്മുടെ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. 13ാം നിയമസഭയുടെ 6ാം സമ്മേളനത്തിലെ 7ാം ദിനം കൊച്ചി മെട്രോയും വ്യവസായ ഭൂമിയെക്കുറിച്ചുമെല്ലാം സഭയിൽ ചോദ്യങ്ങൾ ഉയർന്നു. വ്യവസായം ആരംഭിക്കാൻ വേണ്ടി നൽകിയ ഭൂമിയിൽ 6 മാസത്തിനുള്ളിൽ വ്യവസായം ആരംഭിക്കാത്തവർക്ക് സർക്കാർ നോട്ടീസ് നൽകിയെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി C ദിവാകരന്റെ ചോദ്യത്തിന് മറുപടി നൽകി. വ്യവസായ ആവശ്യത്തിന് കൊടുക്കുന്ന ഭൂമി വ്യവസായ ആവശ്യത്തിനുള്ള വ്യവസ്ഥകളോട് കൂടിയാണ് കൊടുക്കുന്നത്. അത് സമയത്തിന് വ്യവസായം തുടങ്ങില്ല എങ്കിൽ തിരിച്ചെടുക്കും. ഇപ്പോ ഗവൺമെന്റ് ഭൂമി കൊടുക്കുന്നത് 6 മാസത്തിനകം വ്യവസായം തുടങ്ങണം എന്നുള്ള വ്യവസ്ഥയോട് കൂടിയാണ്. 6 മാസത്തിനകം ഒരു തുടക്കവുമില്ല, ഭൂമി വെറുതെ കയ്യിൽ വെക്കുകയാണെങ്കിൽ നോട്ടീസ് കൊടുക്കും, തിരിച്ചേറ്റെടുക്കും. ഇപ്പോ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പലരും എടുത്തത് വ്യവസായം തുടങ്ങാതെ കൈവശം വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു. ഇപ്പോ സ്മാർട്ട് സിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്കും കത്തെഴുതി. ഉടനെ വ്യവസായം തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അനന്തര നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇപ്പോ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എമർജിംഗ് കേരളയിൽ എത്ര കോടി രൂപയുടെ പദ്ധതിയാണ് വന്നിട്ടുള്ളതെന്നായിരുന്നു M ചന്ദ്രന്റെ ചോദ്യം. വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ഈ ജിമ്മ് വളരെ ഏറെ പ്രചാരണം കൊടുത്തുകൊണ്ട് നടത്തിയത്.
അതിൽ 50,000 കോടി രൂപയുടെ വ്യവസായം വരുമെന്നാണ് അന്ന് അങ്ങ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് ബലത്തിൽ കേരള സംസ്ഥാനത്തിൽ ഒരാലൂക്കാസിന്റെ ജ്വല്ലറി ഒഴിച്ച് മറ്റൊന്നും വന്നതായിട്ട് അനുഭവത്തിലില്ല. ഇപ്പോൾ അങ്ങ് അതിന് പേര് മാറ്റി എമർജിംഗ് കേരള എന്ന പേരിലാണ് ഇപ്പോൾ ഈ വ്യവസായങ്ങൾ 1 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകൾ വരും എന്നൊക്കെ പത്രങ്ങളിൽ കൂടെ വലിയ പ്രചാരവേല കൊടുത്തുകൊണ്ട് നടത്തിയത്. സർ, ഈ ജിമ്മിൽ എമർജിംഗ് കേരളയിൽ എത്ര ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? കേരളം ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്നും പുതിയ തരം വ്യവസായങ്ങൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ്, മാർക്കറ്റാണെന്നാണ് ബിസിനസ് രംഗത്തുള്ള സംസാരം. പിന്നെ ഇതിങ്ങനെ എവിടെ വ്യവസായം എത്ര കോടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല. പ്രതിപക്ഷാംഗങ്ങൾ ചോദിക്കുന്ന പോലെയായിരുന്നു ഭരണപക്ഷത്തെ വി.ഡി. സതീശന്റെ ചോദ്യം. സർക്കാർ ഭൂമി സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് സർക്കാർ നയമാണോ എന്നായിരുന്നു ചോദ്യം. ഭൂമി വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്. ആ ഭൂമി തന്നെ ഹൈറേഞ്ചിൽ വനസംരക്ഷണ നിയമം, ഇടനാട്ടിൽ നെൽവയൽ നീർത്തട നിയമം, തീരപ്രദേശത്ത് CRZ, ഇങ്ങനെ കേരളത്തിലെ 70% ഭൂമിയും ലോക്കാണ്. വളരെ കുറച്ച് ഭൂമി മാത്രമേ നമുക്കുള്ളൂ. സാർ, വ്യവസായങ്ങൾക്കും സംരംഭങ്ങൾക്കും IT, ബയോടെക്നോളജി, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ സംരംഭങ്ങൾക്കും നമുക്ക് ഭൂമി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ സാർ, എന്റെ ചോദ്യം, ആശുപത്രികൾ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തുണിക്കച്ചവടം, സ്വർണ്ണ കച്ചവടം എന്നിവ തുടങ്ങാൻ വരുന്നവർക്ക് ഭൂമി നൽകുന്നത്, സർക്കാരിന്റെ ഭൂമി നൽകുന്നത് സർക്കാരിന്റെ നയത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്. മാത്രമല്ല, ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാർ കേരളത്തിൽ മറ്റുള്ളവർ നടത്തുന്നത് അവരുടെ സ്വന്തം സ്ഥലത്താണ്. സാർ, അത് അവരോട് കാട്ടുന്ന അനീതി കൂടിയല്ലേ? സാർ, എവിടെ സാർ സർക്കാർ സ്ഥലം കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട മെമ്പർ പറയുന്നത് ഇവർക്കൊന്നും സർക്കാർ സ്ഥലം കൊടുക്കുന്നില്ല. എവിടെ സർക്കാർ സ്ഥലം കൊടുക്കുന്നു? അനുമതിയല്ലാതെ. ഇതിന് പിന്നെ നമ്മൾ ഇപ്പൊ പറയാം, തുണി, അതുപോലെ തന്നെ ആശുപത്രി, അതുപോലെ തന്നെ ഇതുപോലെ കൊമേഴ്സ്യൽ, ഇതൊക്കെ അവനവന്റെ സ്ഥലത്താണ് പലരും പ്രോജക്ട് പ്രപ്പോസലുകൾ തരുന്നത്. നമ്മൾ IT പാർക്കിലൊക്കെ ഇൻസിസ്റ്റ് ചെയ്യാണ് ഇത്ര എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക. പിന്നെ ആശുപത്രി, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന IT രംഗത്തൊക്കെ നമുക്ക് പ്രോജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഏത് രംഗത്താ വരിക? മാനുഫാക്ചറിങ്ങോ? അല്ല, ഞാൻ പറയാം, മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് രംഗത്ത് നമുക്ക് കൊടുത്തോന്നുള്ളത് ഇപ്പൊ വന്നു. 1 കൊല്ലത്തിന്റെ ഉള്ളിലല്ല, 5 കൊല്ലത്തിന്റെ ഉള്ളിലുള്ള സ്റ്റാറ്റസ് ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം, എന്താ നടന്നതെന്നുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 5 കൊല്ലം. സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഗവൺമെന്റ് ഭൂമി കൊടുക്കേണ്ട പരിപാടി തന്നെ ഇല്ല. സ്വകാര്യ സംരംഭകരധികം അവരാ സ്ഥലത്ത് വരട്ടെ, ഇത്തരം പ്രോജക്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പറഞ്ഞത്. വിദ്യാർത്ഥികളിലെ സംരംഭകരെ കണ്ടെത്തുന്നതിന് എന്തെല്ലാം പദ്ധതികൾ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ചോദ്യം. സർ, എമർജിംഗ് കേരള എന്ന പ്രോജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ വലിയ പ്രൊജക്ടുകളും വലിയ പദ്ധതികളും മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ 20% അറ്റൻഡൻസും 4% ഗ്രേസ് മാർക്കും വിദ്യാർത്ഥികളായ സംരംഭകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഈ കേരള ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി എടുത്തു കാണാൻ ആഗ്രഹിക്കുന്നു. സാർ, ഈ സ്റ്റാർട്ടപ്പ് വില്ലേജും അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളും ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ഓൺട്രപ്രന്യൂർ മിഷൻ ചെറുപ്പക്കാരെ തൊഴിൽ അന്വേഷകർ മാത്രമാക്കാതെ തൊഴിൽ ദാതാക്കളാക്കാൻ തീരുമാനിച്ചത്, ഇത് രണ്ടും ടൈപ്പായി ക്യാമ്പസുകളിൽ നിന്ന് ഈ പ്രോഗ്രാമിന് പ്രാധാന്യം കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ രൂപീകരിക്കുമോ? സർ, സ്റ്റാർട്ടപ്പ് വില്ലേജിൽ ഉള്ള ഒരു പദ്ധതി IPOക്ക് പോയി കഴിഞ്ഞു. അത് നാളെ വല്ല എന്താ പറയുക, ഇൻഫോസിസ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനിയായി വന്നാൽ അതിശയിക്കണ്ട. കൊച്ചിയിലുള്ള സ്റ്റാർട്ടപ്പ് വില്ലേജിലുള്ള ഒരു കമ്പനി ഇപ്പോ IPOക്ക് പോയി കഴിഞ്ഞു. അതെ, ഇപ്പൊ സർ, ഈ സഭയിൽ തന്നെയുള്ള യുവ MLA മാർ കൊച്ചിയിൽ നിന്നുള്ളവരൊക്കെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ വളരെയധികം ഇൻട്രസ്റ്റഡ്. ഗവൺമെന്റ് അതിന് വല്ല പ്രോത്സാഹനം കൊടുക്കുന്നു. തുടർന്ന് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മന്ത്രി ആരോടൻ മുഹമ്മദിനോടായിരുന്നു. DMRCയെ ഒഴിവാക്കാൻ സർക്കാർ കുരുട്ടുവിദ്യ നടത്തുന്നു എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ സംശയം. കൊച്ചി മെട്രോ നിർമ്മാണം DMRC ഏറ്റെടുത്തതായി 2010-11 വാർഷിക റിപ്പോർട്ടിൽ DMRC തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ ഇരിക്കെ എന്തിനായിരുന്നു ഈ എമർജിംഗ് കേരള പദ്ധതിയിൽ ഇത് വെച്ചത്?
സ്വകാര്യ വ്യക്തികളെ തേടാൻ കാരണം എന്താണ്? എന്തിനായിരുന്നു ചീഫ് സെക്രട്ടറി മലേഷ്യൻ മന്ത്രിയുമായിട്ട് പോയിട്ട് ചർച്ച നടത്തിയത്? മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ ചീഫ് സെക്രട്ടറിക്ക് മലേഷ്യൻ മന്ത്രിയുമായിട്ട് ചർച്ച നടത്താൻ കഴിയുമോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ച് ദുരൂഹതയുണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും DMRCയെ ഒഴിവാക്കാനുള്ള കുരുട്ട് വിദ്യ ഈ ഗവൺമെന്റ് പ്രയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം വ്യക്തമാക്കുന്നത്. അതിനൊരു വ്യക്തമായ മറുപടി പറയാൻ മന്ത്രിക്ക് സാധിക്കുന്നില്ല. മന്ത്രിയുടെ മറുപടി കേട്ടപ്പോൾ ആ അഭിപ്രായം ഞങ്ങൾക്ക് ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് DMRC മേൽനോട്ടമാണോ അതിൽ DMRC ഏൽപ്പിക്കലാണോ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു നിലപാട് സർക്കാർ വ്യക്തമാക്കണം. ഒരു സംശയം ഇക്കാര്യത്തിലില്ല. DMRCയുടെ നേതൃത്വത്തിൽ തന്നെ മിസ്റ്റർ ശ്രീധരൻ, ഡോക്ടർ ശ്രീധരന്റെ പങ്കാളിത്തത്തോടുകൂടി ഈ പദ്ധതി പ്രാവർത്തികമാക്കും. യാതൊരു സംശയമില്ല സർ. അതിലൊരു സംശയത്തിന് ഇടയില്ല സർ. 8-ാം തീയതി എല്ലാം ഫൈനലൈസ് ചെയ്യാൻ പോവുക. അതിനു വേണ്ടി കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷേ 5 കൊല്ലം ഒരു നയാ പൈസന്റെ വർക്ക് നടന്നില്ല. 5 കൊല്ലം. ഞാൻ പറയാം സർ. അങ്ങ് മറുപടി പറയും. പറഞ്ഞല്ലോ. കൊച്ചി മെട്രോയും DMRCയും ഈ ശ്രീധരനുമെല്ലാം സജീവ ചർച്ചയായപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ചോദ്യവുമായി രംഗത്ത് വന്നു. ഒരു ചോദ്യം പങ്കാളിത്തവും തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാ? DMRC നേതൃത്വം എന്ന് പറഞ്ഞത് ശ്രീധരൻ ആദ്യമേ തന്നെ ശ്രീധരന്റെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഇത് നടക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം അത് മാറ്റി നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹകരിപ്പിക്കലാക്കി. ഇതിന് വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് വകുപ്പ് മന്ത്രി സത്യസന്ധമായി ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല. കാര്യം ഞാൻ പറയാ, പങ്കാളിത്തം തന്നെ. ഒരു സംശയം ഒരു കാര്യം മാത്രം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിന് വളരെ താല്പര്യം എടുക്കുന്ന ആളാ സർ. അതിലൊന്നും എനിക്ക് യാതൊരു സംശയം. ഞാൻ ഇപ്പോഴും പറയുന്നത് ശ്രീധരന്റെ പങ്കാളിത്തത്തോടു കൂടി തന്നെ നടത്തലാണ് ഗവൺമെന്റ്. ഇതോടെ ഈ ലക്കം നമ്മുടെ ശബ്ദം ഇവിടെ സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം. മറ്റു വാർത്തകളിലേക്ക്. കരിമ്പുഴ പുഴയ്ക്ക് കുറുകെ കരിമ്പുഴ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുതലമൂർക്കൻ കടവിലെ തൂക്കുപാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. അടുത്ത മാസം അവസാനത്തോടെ തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മലപ്പുറം അരീക്കോട് തോണി അപകടത്തെ തുടർന്ന് സംസ്ഥാനത്ത് 34 തൂക്കുപാലങ്ങൾക്കാണ് സർക്കാർ അനുമതി നൽകിയത്. ഇതിൽ പാലക്കാട് ജില്ലയിലെ വിളയൂരിലും കരിമ്പുഴ പുഴയിലെ മുതലമൂർക്കൻ കടവിലുമാണ് ജില്ലാ പഞ്ചായത്ത് തൂക്കുപാലങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ചില സാങ്കേതിക കാരണങ്ങളാൽ വിളയൂരിൽ അനുവദിച്ച തൂക്കുപാലം നഷ്ടപ്പെടുകയായിരുന്നു. മുതലമൂർക്കൻ കടവിൽ അനുവദിച്ച തൂക്കുപാലം നിർമ്മാണത്തിന്റെ ചുമതല സർക്കാർ കമ്പനിയായ കെല്ലിനാണ് നൽകിയതെങ്കിലും അവർ കോഴിക്കോടുള്ള സേഫ് ആൻഡ് ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് സബ് കോൺട്രാക്ട് നൽകുകയാണുണ്ടായത്. 8 മാസങ്ങൾക്ക് മുൻപ് ഈ കമ്പനി തൂക്കുപാലം നിർമ്മാണം ആരംഭിക്കുകയും 3 മാസത്തിനകം തൂക്കുപാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും കമ്പനി അധികൃതർ ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ പാലത്തിന്റെ 2 പില്ലറുകൾ മാത്രമാണ് അന്ന് കമ്പനി അധികൃതർ നിർമ്മിച്ചത്. പിന്നീട് ഈ കമ്പനി പാലം പണി നിർത്തിവെക്കുകയുമാണുണ്ടായത്. അതിനുശേഷം പ്രദേശവാസികളുടെയും ഇരു ഗ്രാമപഞ്ചായത്തുകളുടെയും ജനപ്രതിനിധികളുടെയും ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷം കഴിഞ്ഞ മാസം കമ്പനി നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും ഒരാഴ്ച മാത്രമാണ് അത് നീണ്ടുനിന്നത്. എന്നാൽ വീണ്ടും നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. നിലവിൽ തൂക്കുപാലത്തിന്റെ കൈവരികൾ മാത്രമാണ് ഇനി നിർമ്മിക്കാനുള്ളത്. അടുത്ത മാസം അവസാനത്തോടെ തൂക്കുപാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളതെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മൊയ്തീനും ഗ്രാമപഞ്ചായത്ത് അംഗം ഖദീജ കാസിമും ഡൺ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. തോണി അപകടത്തെ തുടർന്ന് ഇത്തരം സ്ഥലങ്ങളിൽ തൂക്കുപാലങ്ങൾ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞ LDF ഗവൺമെന്റ് 30 പാലങ്ങൾ അനുവദിച്ചതിൽ കെല്ലിനാണ് നിർമ്മാണ ചുമതല. അവർ വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ എന്തായാലും ഇതിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീണ്ടകാലത്തെ ബഹുമാനമായി ഇവിടെ നമുക്ക് പൂർത്തിയാവാനുള്ള അടുത്ത ദിവസം തന്നെ അത് പൂർത്തിയാവും. കരിമ്പുഴ പഞ്ചായത്തിന്റെയും വെള്ളിനേഴി പഞ്ചായത്തിന്റെയും അഭിലാഷമായി ചേർന്ന ഈ പാലത്തിന്റെ പണിയിൽ ഞാനും വളരെയധികം
സന്തോഷിക്കുന്നു ജനങ്ങളുടെ കൂടെ. ഈ പാലം ഉദ്ഘാടനം കഴിയുമ്പോൾ നമ്മുടെ തെക്കുംപുഴ പഞ്ചായത്ത്, വെള്ളിനേഴി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് എല്ലാവിധ യാത്രാ സൗകര്യങ്ങളും കുട്ടികൾക്കും റേഷൻ കടയിലേക്ക് പോകേണ്ടവർക്കും അതുമാതിരി മറ്റുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും ഇതിൽ കൂടി നടന്നു പോകാനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഇത് വളരെ സന്തോഷമാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ വളരെ സന്തോഷമുള്ളതാണ്. കഴിഞ്ഞ LDF സർക്കാരാണ് 1,56,00,000 രൂപ തൂക്കുപാലം നിർമ്മാണത്തിനായി അനുവദിച്ചത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചാഴിയോടി നിവാസികൾക്ക് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലുള്ള കുറ്റാനശ്ശേരിയിലെ സ്കൂൾ, റേഷൻ കട തുടങ്ങിയ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ കടത്തുതോണിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ചെറുക്കുക എന്ന ലക്ഷ്യവുമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. KSUവിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിനെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഒരുക്കം എന്ന പേരിൽ KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് സെമിനാർ നടത്തിയത്. മാധ്യമപ്രവർത്തക റജി കെ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് AK ഷാനിബ് അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ ബീന, KC വിപിനൻ, ജയഘോഷ്, വീണ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുമുള്ള സർഗാത്മകമായ ഒരു ഇടപെടൽ കൂടിയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ കുടുംബം എന്ന് പറയുന്നത് കുറേ കൂടെ മനോഹരമായ ഒരു സങ്കല്പം, മനോഹരമായ യാഥാർത്ഥ്യമായിട്ട് മാറും. ആ മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ വന്നേ തീരും. ഒരുപക്ഷെ നിങ്ങളൊക്കെ നാളെ ഒരു കുടുംബത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ, ഒരു ജോലി ചെയ്യാത്ത സ്ത്രീയായി നിങ്ങൾ ഒരിക്കലും ഒരു കുടുംബത്തിലേക്ക് എത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ജോലി നിർബന്ധമാണെന്നുള്ള പോലെ ഒരു ജോലി കിട്ടിയ ശേഷം മാത്രം വിവാഹം ചെയ്യാൻ നിങ്ങൾ തീരുമാനം എടുക്കണം. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല ഒരു ജോലി എന്ന് പറഞ്ഞാൽ പുറം ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു എന്താ പറയാ, ഒരു വലിയ വഴിയാണത്. അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ഒരിക്കലും നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി കല്യാണം കഴിക്കലാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ വളർത്തലാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഈ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ബാക്കി എല്ലാ കാര്യത്തിലും പുരുഷന്റെ ഭാഗത്തു കൂടെ നിന്നുകൊണ്ട് ചിന്തിക്കും. മണ്ണാർക്കാട് ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷക്ഷേമം വിദ്യാഭ്യാസത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. മുൻ MLA കളത്തിൽ അബ്ദുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷാവകാശ ദിനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മണ്ണാർക്കാട് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള ചാപ്റ്റർ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ പീസ് ഡെവലപ്മെന്റ് ചെയർമാൻ അബ്ദുൽ നാസർ മെഹബൂബ് ക്ലാസ് എടുത്തു. ട്രസ്റ്റ് ചെയർമാൻ സദഖത്തുള്ള, TR സെബാസ്റ്റ്യൻ, K റഫീഖ്, P മുഹമ്മദ് അലി, മോഹൻ ഐസക് തുടങ്ങിയവരും സംസാരിച്ചു. പക്ഷേ ഇന്ന് മണ്ണാർക്കാട് MES കല്ലടി കോളേജിന്റെ സ്റ്റാറ്റിക്സ് പരിശോധിച്ചാൽ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾ ആ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടായ വിദ്യാഭ്യാസ വളർച്ച സ്ഫോടനാത്മകമാണ് കേരളത്തിൽ. ക്രിസ്ത്യൻ സമൂഹം കേരളത്തിന് നൽകിയ വലിയ സംഭാവന ആർക്കും തന്നെ വിസ്മരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അടക്കം പഠിച്ചത് തൃശൂരിലെ സെന്റ് തോമസ് കോളേജിലാണ്. 2013 ഫെബ്രുവരി 8 മുതൽ മണ്ണാർക്കാട് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചതായി സംഘാടകർ മണ്ണാർക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന പ്രശസ്ത ക്ലബ്ബുകളുടെ ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും. കേരള ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷനും മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് വടക്കുമണ്ണം യൂണിറ്റി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫ്ലഡേജ് സ്റ്റേഡിയത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഫിറോസ് ബാബു പറഞ്ഞു. മണ്ണാർക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ രോഗങ്ങൾ കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മണ്ണാർക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിലുണ്ടാക്കുകയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇന്ത്യയിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന പ്രശസ്ത ക്ലബ്ബുകളുടെ ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും. 15,000-ലധികം കാണികൾക്ക് കളി ആസ്വദിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പട്ടാമ്പി MES സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശയാത്ര നടത്തി. ശുചിത്വ മിഷന് സ്കൂളിന് പ്രഥമ ദേശീയ അവാർഡ് ലഭിച്ചതിന്റെ ഭാഗമായി രക്ഷാകർതൃ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. MES യൂണിറ്റ് പ്രസിഡന്റ് K മുഹമ്മദ് കുട്ടി, MP മോഹനൻ, ബ്രഹ്മദത്തൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാകായിക രംഗത്തും ഇത്തവണ സ്കൂൾ മികച്ച നേട്ടം സ്വന്തമാക്കിയിരുന്നു. ഇവരും പരിപാടിയിൽ അണിചേർന്നു.
മണ്ണാർക്കാട് പൂരം നടക്കുന്ന ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റിയാണ് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തിയത്. ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ദീപാരാധനയ്ക്കും ക്ഷേത്രത്തിലെ പൂജകൾക്കും ശേഷം ക്ഷേത്രമുറ്റത്ത് നിരത്തിയ ചിരാതുകളിൽ ഭക്തർ തിരിതെളിയിച്ചു. ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായാണ് ലക്ഷം ദീപം തെളിയിക്കൽ ചടങ്ങ് നടക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ ചടങ്ങുകളോടെ ലക്ഷം ദീപം തെളിയിക്കൽ നടത്തുമെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മണ്ണാർക്കാട് പൂരാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം വീണ്ടും വിവാദത്തിൽ. സർക്കാർ റദ്ദു ചെയ്ത അജണ്ടകൾ കൌൺസിൽ വീണ്ടും പാസാക്കി. സർക്കാർ ഉത്തരവ് പാലിക്കാതെ അവതരിപ്പിച്ച അജണ്ടകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് PMA ജലീൽ. പുലിക്കല്ലൂർ മപ്പാട്ടുകരയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സംഭവം. അടിയന്തര നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ സമയങ്ങളിൽ ടിപ്പർ ലോറികളുടെ ഓട്ടം നിയന്ത്രിക്കാൻ പോലീസ് നടപടി തുടങ്ങി. പെരിന്തൽമണ്ണയിൽ 26 ലോറികൾ പിടിച്ചെടുത്തു. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത അജണ്ടയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ആരെതിർത്താലും ലീഗ് ഇക്കാര്യത്തിൽ നിന്ന് പുറകോട്ടു പോകില്ലെന്നും KPA മജീദ്. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടും വെള്ളം ലഭിക്കാതെ നെൽകൃഷി ഉണങ്ങുന്നു. ചളവറ പുലിയാനം കുന്നിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.